നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയിലെ വുഹാനിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കൊറോണ ചൈനയ്ക്ക് പുറമെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇറാനിലാണ്. ഇറാനെ തുടർന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലും കൊറോണ പടരുകയുണ്ടായി. ഇതേ തുടർന്ന് അധികാരികൾ കർശന നിയന്ത്രണങ്ങളാണ് ഓരോ കാര്യത്തിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർശന നിർദ്ദേശങ്ങളും ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഖത്തർ എയർവേസ് യാത്രക്കാർക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയുണ്ടായി. COVID-19 കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്ന സാഹചര്യത്തിലാണിതെന്നാണ് വ്യക്തമാകുന്നത്. ഇറാൻ, ചൈന, ദക്ഷിണ കൊറിയ, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർ ഹമദ് രാജ്യാന്തര വിമാനത്താവളം വഴിയുള്ള കണക്ഷൻ വിമാനം സ്വീകരിച്ചാൽ മാത്രമേ ഖത്തർ എയർവേസിൽ യാത്രാനുമതി ലഭിക്കുകയുള്ളൂ. കൂടാതെ യാത്രക്കാർ 14 ദിവസം ഐസൊലേഷനിൽ കഴിയാനും നിർദ്ദേശം വയ്ക്കുന്നുണ്ട്. സ്വദേശി പൗരന്മാരെ ഈ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഐസൊലേഷനിൽ കഴിയാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഹോങ്കോങ്, ജപ്പാൻ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. രോഗലക്ഷണങ്ങൾ കണ്ടാൽ വിദഗ്ധ പരിശോധന നടത്തുന്നതായിരിക്കും. രോഗം സ്ഥിരീകരിച്ചാൽ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടികൾ പ്രകാരം നിർദ്ദിഷ്ട ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും. ഒട്ടേറെ രാജ്യങ്ങൾ പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ പ്രവർത്തനത്തിൽ കടുത്ത വെല്ലുവിളിയും നേരിട്ട് വരികയാണ്. ഇതേ തുടർന്ന് ചില സർവീസുകൾ റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. ഖത്തർ എയർവേസിന്റെ യാത്രക്കാർ കമ്പനിയുടെ ഔദ്യോഗിക പേജിൽ മാനേജ് ബുക്കിംഗ് എന്ന പേജ് സന്ദർശിച്ച് യാത്രാ വിവരങ്ങൾ കൃത്യമാണോ എന്ന് ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. വിമാനങ്ങളുടെ റൂട്ടും സമയക്രമങ്ങളും സംബന്ധിച്ചുള്ള വിവരങ്ങളും വെബ്സൈറ്റിലൂടെ അറിയാൻ കഴിയുന്നതായിരിക്കും. COVID-19 ബാധ UAE-യിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ കുറവും രേഖപ്പെടുത്തി. ഇത് ട്രാവൽ ഏജൻസി ബിസിനസിനെ സാരമായി ബാധിച്ചതായി വിവിധ കമ്പനികളുടെ ഉടമകൾ പറയുകയും ചെയ്തു. UAE-യിൽ നിന്ന് ബിസിനസ് ടൂറിന് വിവിധ ലോക രാജ്യങ്ങളിലേക്ക് ആളുകൾ യാത്ര ചെയ്യുക പതിവാണ്. അതുപോലെ സ്കൂൾ അവധി ദിനങ്ങളിലും UAE-യിൽ ചൂട് തുടങ്ങുന്നതോടെയും പ്രധാനമായും യൂറോപ്പിലേക്കും ഇന്ത്യയിലേക്കും സ്വദേശികളും പ്രവാസികളും കുടുംബത്തോടെ യാത്ര ചെയ്യുമായിരുന്നു. ഇതിനായി നേരത്തെ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാറാണ് പതിവ്. എന്നാൽ ഇരു വിഭാഗങ്ങളിലും വിമാന ടിക്കറ്റുകളും ഹോട്ടലുകളും ബുക്ക് ചെയ്തിരുന്നവരിൽ മഹാഭൂരിഭാഗവും COVID-19 വ്യാപകമായതോടെ യാത്ര റദ്ദാക്കി കഴിഞ്ഞു. കൊറോണ വൈറസ് വിട്ടുപോയാൽ മാറ്റിവെച്ച യാത്ര തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. കൂടാതെ UAE-യിലെ വിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ സംഘങ്ങളായി പഠന ടൂറിന് യൂറോപ്പിലേക്കും ഇന്ത്യയിലേക്കും മറ്റും പോകാനായി ടിക്കറ്റ് ബുക്ക് ചെയ്തവരും പിന്തിരിഞ്ഞു. COVID-19 റിപ്പോർട്ട് ചെയ്യാത്ത രാജ്യമായ അർമേനിയയിലേക്ക് പോലും ആരും പോകാൻ തയ്യാറാകുന്നില്ലെന്നും ആഫി അഹമ്മദ് പറയുകയുണ്ടായി. യൂറോപ്പിൽ പ്രധാനമായും ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് അവധിക്കാലത്ത് UAE-യിൽ നിന്ന് ആളുകൾ പോകാറ്. ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഈ തീർത്ഥയാത്രയുടെ ഭാഗമായി റോമിലേക്ക് പോകുക പതിവാണ്. എന്നാൽ കൊറോണ വൈറസിന് ശേഷം ഇത്തരം തീർത്ഥയാത്രയ്ക്കും വിസയ്ക്കോ ടിക്കറ്റിനോ തങ്ങൾ ആരും സമീപിക്കുന്നില്ലെന്ന് ട്രാവൽ ഏജൻസികൾ പറയുകയും ചെയ്തു. മാത്രമല്ല, നേരത്തെ ബുക്ക് ചെയ്തിരുന്നവരെല്ലാം പിന്തിരിയുകയും ചെയ്തു. ഇന്ത്യയിലെ സ്കൂൾ അവധിക്കാലമായ ഏപ്രിൽ, മെയ് ദിവസങ്ങളിൽ ഒട്ടേറെ കുടുംബങ്ങൾ UAE-യിലേക്ക് വരാറുണ്ട്. ഈ സീസണിൽ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നതിനാൽ പലരും നേരത്തെ ബുക്ക് ചെയ്യാറുണ്ട്. മിക്കവരും വളരെ മുമ്പേ സന്ദർശക വിസയും എടുത്തുവെക്കുന്നത് ചെയ്യും. UAE-യിൽ നിന്നാണ് കുടുംബാംഗങ്ങളുടെ വിസയും ടിക്കറ്റും പ്രവാസികൾ ബുക്ക് ചെയ്യാറ്. എന്നാൽ നേരത്തെ ബുക്ക് ചെയ്തവർ വിസയും വിമാന ടിക്കറ്റും റദ്ദാക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളതെന്ന് ട്രാവൽ ഏജൻസിയായ ITAL അജ്മാൻ ശാഖാ മാനേജർ വിനോദ് നായർ പറയുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.